ഞാനൊരു നല്ല വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ എനിക്ക് നന്മ പ്രതീക്ഷിക്കാൻ പറ്റും? പ്രശസ്ത അമേരിക്കൻ കവയത്രിയും പൗരാവകാശ പ്രവർത്തകയുമായിരുന്ന മയ ആഞ്ചലോയുടേതാണ് ഈ വാക്കുകൾ. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവരിൽ നിന്ന് ആദരം, സ്നേഹം ഇതൊക്കെ ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരു ദിവസം പെട്ടെന്ന് ആരെങ്കിലും ഓടി വന്ന് നമ്മളെ ആദരിക്കുമെന്നോ ബഹുമാനിക്കുമെന്നോ നമ്മൾ വിചാരിക്കാൻ പറ്റുമോ? അല്ലെ നമുക്ക് കരുതാൻ പറ്റുമോ? ഒരാളുടെ സ്വഭാവ സവിശേഷതകളാണ് അയാൾക്ക് സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും ഒക്കെ നൽകുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെടുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനൊക്കെ എന്ത് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരാളെ ആരെങ്കിലും മാനിക്കുമോ? സദാസമയവും മദ്യപാനവും മയക്കുമരുന്നും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും നടത്തുന്ന ആളുകളെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? അവരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇത്തരക്കാർ തങ്ങളെ മറ്റുള്ളവർ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സമൂഹം തയ്യാറാകുമോ? സാമൂഹ്യ ജീവിയായ മനുഷ്യരെ ഓരോ മനുഷ്യരും പരസ്പരം നിരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഒരാൾ എന്ത് ചെയ്യുന്നു, ജോലിയുണ്ടോ, കുടുംബമുണ്ടോ, മക്കളുണ്ടോ, ആരൊക്കെ ഇടപഴകുന്നു, സമൂഹത്തിലുള്ള സ്ഥാനം എന്താണ് എന്നൊക്കെയാണ് ആളുകൾ സദാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രവൃത്തികളും ഇടപെടലുകളും നന്നായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനാകണം. മറ്റുള്ളവർക്ക് എപ്പോഴും ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മളെ കാണുന്ന മാത്രം തന്നെ അവരെല്ലാം ഓടിപ്പോവും. അക്രമികളെയും തെമ്മാടികളെയും സാമൂഹ്യ വിരുദ്ധരെയും ജനം മാറ്റിപ്പായിക്കും. അവർക്ക് കൂട്ടു നിൽക്കുന്നവരെയും ജനം വെറുക്കും. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരിൽ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം നന്നാവുകയാണ് വേണ്ടത്. ശുഭദിനം.